ദൈവസ്നേഹത്തിൻ്റെ രണ്ടാമത്തെ ഫലമെന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നാം അനുഭവിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 57-ാമത്തെ എപ്പിസോഡിൽ നാം കണ്ടുവല്ലോ. സൃഷ്ടികർത്താവ് സൃഷ്ടികർമ്മത്തിനു ശേഷം 7-ാം ദിവസം അനുഭവിച്ച സ്വസ്ഥതയാണ് ശബ്ബത്തിലും വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വസ്ഥത. ക്രിസ്തു സാത്താനെ ജയിച്ചതുകൊണ്ടുണ്ടായ സ്വസ്ഥതയാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലെ സ്വസ്ഥത. ഈ സ്വസ്ഥതയാണ് സ്നേഹം, സന്തോഷം, സമാധാനം എന്നിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളിലൂടെയും നാം അനുഭവിക്കുന്നത്. ഈ സ്വസ്ഥത ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇതിലേക്ക് പ്രവേശിക്കുന്നത് മാമോദീസായിലൂടെയും നീതീകരണത്തിലൂടെയുമാണ്. ശേഷം പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ പരിവർത്തിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വിശ്വാസിക്ക് പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ആദ്യത്തേത് സ്നേഹമാണ്. സ്നേഹത്തിലൂടെ മാത്രമേ ബാക്കി 8 ഫലങ്ങളും ലഭിക്കുകയുള്ളൂ. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർക്കാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ദാനമായി നൽകുക. ഇവ ചങ്ങലയിലെ കണ്ണികൾ പോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നോർക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലേക്കുള്ള വാതിലാണ്. അവ ലഭിക്കുവാൻ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. അതിന് ഗലാത്യലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ ഉപേക്ഷിക്കുക. ഇവ നമ്മിലുണ്ടോ എന്ന് നാം പരിശോധിച്ച് നമ്മിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ആത്മാവിൻ്റെ സ്വസ്ഥതയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകും. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ദൈവം അതിന് നമ്മേവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.